അവിടെ നിന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് അധികം ദൂരം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. അപ്പോൾ ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടിരിക്കുന്ന മജിസ്ട്രേറ്റും ഇനിയുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതടക്കം വിവരങ്ങൾ. സൈഫുദ്ദീനെ രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതത്ര നിസ്സാരമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഊരിപ്പോകാൻ കഴിയുന്ന ഒരു കേസല്ല. അതുതന്നെയാണ് റിമാൻഡിലേക്ക് പോയത്. രാഹുലിന് വേണ്ടി അഭിഭാഷകർ ഉൾപ്പെടെ ഹാജരായെങ്കിൽ പോലും, ആ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിൽ പോലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ വീടിലായതുകൊണ്ട് തന്നെ ആ ജാമ്യ ഹർജി ഒരു കാരണവശാലും പരിഗണിക്കുകയുമില്ലായിരുന്നു. ആ കാര്യം തന്നെയാണ് നടക്കുകയും ചെയ്തത്. രാഹുലിനെ 14 ദിവസത്തേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് ആണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ ജുഡിഷ്യൽ പരിധി എന്ന് പറയുന്നത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ കീഴിലാണെങ്കിൽ പോലും തിരുവല്ല മജിസ്ട്രേറ്റ് ഇന്ന് അവധിയായതിനു കൊണ്ടാലാണ് പത്തനംതിട്ടയിലേക്ക് ഹാജരാക്കുകയോ ചെയ്തത്. പത്തനംതിട്ടയിലേക്ക് ഹാജരായതിന് പിന്നാലെ ആ ഒരു അറസ്റ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ ഗുരുതരമായ കാര്യങ്ങൾ, അക്കാര്യങ്ങളെല്ലാം സൂചിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ആ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ മജിസ്ട്രേറ്റിന് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി. അവിടെ യുവമോർച്ച പ്രവർത്തകരൊക്കെ എത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. ആ പ്രതിഷേധത്തിന് പിന്നാലെ ചില നിലത്ത് വീഴുകയും അവർ വാഹനം ഉൾപ്പെടെ ചിലരുടെ കാലിൽ കയറി ഇറങ്ങി എന്നുള്ളതാണ് അവർ പരാതിയായി പറയുന്നത്. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു റിമാൻഡിലാക്കപ്പെട്ട ഒരു പ്രതിയുമായി കടന്നു പോകുന്ന വാഹനത്തെ തടയുമ്പോൾ അതിൽ സ്വാഭാവികമായും പോലീസ് മറുപടി പറയേണ്ട പല കാര്യങ്ങളും വരുന്നു. അത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കടത്തിവിടുകയും ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറിനടുത്ത്, ഒരുപക്ഷെ പൈലറ്റോടുകൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂറിൽ താഴെ മാവേലിക്കര സബ് ജയിലിലേക്ക് രാഹുലിനെ മാറ്റാൻ കഴിയും. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. 3ാമത്തെ കേസാണ്. ഒരു സ്ഥിരം ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള ഒരു കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എന്നാലും കൂടുതൽ വിവരങ്ങൾ എടുക്കൂ. 14 ദിവസത്തേക്കാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസം മാവേലിക്കര സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയണം. റിമാൻഡ് റിപ്പോർട്ട്, FIR ഉള്ളടക്കം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2024 ഏപ്രിൽ മാസത്തിലാണ് ഈ പരാതിക്ക് ആധാരമായ കുറ്റം നടന്നിരിക്കുന്നത്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ്, തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് പരാതിക്കാരിയെ ക്ഷണിച്ചു വരുത്തിയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നത് എന്നതാണ് FIR-ൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. FIR-ന്റെ ഉള്ളടക്കം അനുസരിച്ച് ക്രൂരമായ ബലാത്സംഗമാണ് നടന്നത് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ 3ാമത്തെ പരാതി കുറെ കൂടി ഗൗരവത്തിലുള്ള പരാതിയായതുകൊണ്ട് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന സൂചനകൾ രാവിലെ മുതൽ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. നേരെ റിമാൻഡ് ചെയ്യുന്നു. ഇനി 14 ദിവസം അഴിക്കുള്ളിൽ കിടക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA. യെസ്, റിമാൻഡ് റിപ്പോർട്ടിന്റെ FIR-ലെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലിജോ റോളിൻസ് തുടരുന്നു. ലിജോ, മാവേലിക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കൂടുതൽ ദൂരം അങ്ങോട്ടേക്കില്ല എന്ന് നേരത്തെ ലിജോ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ 14 ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയണം. അതിനിടയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നടത്താനിടയുള്ള സാധ്യതയുള്ള നീക്കങ്ങൾ. അതുതന്നെയാണ്, അതായത് പാലക്കാട് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും MLA സ്ഥാനം ഇതുവരെയും രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റിമാൻഡിലേക്കായിരിക്കുന്നു. 14 ദിവസത്തേക്ക് മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് റിപ്പോർട്ടും തുടർന്ന് അതിനെ കൂടെ വിശദമാക്കിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇപ്പോൾ ഈ റിമാൻഡ് എന്നുള്ള ഒരു നടപടികളിലേക്ക് എന്തായാലും കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു.